നമസ്കാരം എം സർ. നമസ്കാരം. സർ, ഈ ജനസംഖ്യാ നിയന്ത്രണത്തില് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു യു-ടേൺ അടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം നവദമ്പതികളോട് ഡയറക്റ്റ് പറഞ്ഞത് വിവാഹശേഷം എത്രയും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകട്ടെ, അത് മനോഹരമായ തമിഴ് പേരുകൾ കുട്ടികൾക്ക് നൽകൂ എന്നാണ്. അത് ഈ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ടാണ് സ്റ്റാലിൻ കുറെ കാലങ്ങളായി ഇങ്ങനെയുള്ള പല പരാമർശങ്ങളും വിവാദങ്ങളും ഒക്കെ നടത്തുന്നത്. എന്താണ് ആ സാഹചര്യം? നമ്മള് ഡീലിമിറ്റേഷൻ എന്താണെന്ന് ഒരുപക്ഷെ നമ്മുടെ പലർക്കും കേൾക്കുന്ന പലർക്കും അറിയണമെന്നില്ല. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നടത്തിയിട്ട് 50 വർഷമായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പത്രത്തിലും ഒരു വാർത്തകളും അങ്ങനെ വന്നു കാണാൻ വഴിയില്ല. എന്താണ് ഡീലിമിറ്റേഷൻ? ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിയമം അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ഓരോ പ്രദേശത്തെയും അസംബ്ലി, ലോക്സഭാ മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളും പുനർനിർണയിക്കണം എന്നൊരു സങ്കല്പമുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മള് ആദ്യത്തെ നമ്മുടെ സെൻസസ് വന്നത് 51-ലാണ്. 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 51-ലാണ് വന്നത്. അപ്പം 51-ൽ വരും, പിന്നെ അത് 61-ല്, 71-ൽ, ഇങ്ങനെയാണ് അതിപ്പോ ആകെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മുടെ 21-ൽ സെൻസസ് നടന്നില്ല. കോവിഡ് 2020 കോവിഡ് വന്നതുകൊണ്ട് 21-ല് സെൻസസ് നടന്നില്ല. അപ്പോ നമ്മൾ ആദ്യത്തെ സെൻസസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ 494 1951-ലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഇത് 61 എത്തിക്കഴിഞ്ഞപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചതോടെ അത് 522 മാറി. 494-ൽ നിന്ന് 522 മാറി. ഇനി 71-ല് 543 വീണ്ടും ഉയർന്നു. ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് 75-ല് എമർജൻസി വന്നു. നമ്മുടെ ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്ത എമർജൻസി വന്നു. എന്താണ് എമർജൻസിയും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണമായിരുന്നു ഒരു മെയിൻ. എമർജൻസി സമയത്ത് സഞ്ജയ് ഗാന്ധിയുടെ അജണ്ട. സഞ്ജയ് ഗാന്ധി ആയിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭയങ്കര കഥകളൊക്കെ, ആളെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരണം ചെയ്തതൊക്കെ. അപ്പോ ഈ 75 ആ സമയത്ത് നമുക്കറിയാലോ, 75 തുടങ്ങി 77 വരെ ആയിരുന്നു, മാർച്ച് വരെ ആയിരുന്നു എമർജൻസി നീണ്ടുവന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഒരു പ്രശ്നം വന്നു. അതായത് ജനസംഖ്യ നമ്മൾ നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ ജനസംഖ്യ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂവൻസ് പുനർനിർണയിക്കുമ്പോൾ, ലോക്സഭാ മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളും പുനർനിർണയിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ദോഷം വരുമല്ലോ എന്ന ചിന്ത വന്നു. അങ്ങനെയാണ് 1976-ല് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന സങ്കല്പം താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്തത്. ഈ നമ്മൾ പറയും ഈ എമർജൻസിയുടെ ഫലങ്ങൾ പണ്ട് കഴിഞ്ഞു, തെറ്റാണ്. ഇന്നും എമർജൻസി സമയത്ത് കൊണ്ടുവന്ന ഡീലിമിറ്റേഷൻ ഫ്രീസ് എന്ന് പറയുന്നത് ഇന്നും തുടരുകയാണ്. അതിന് 2026-ലാണ് ആ ഡീലിമിറ്റേഷൻ ഫ്രീസ് മാറാൻ പോകുന്നത്. എന്തിന്റെ ബേസിസില്? നേരത്തെ പറഞ്ഞ 2021-ൽ നടക്കേണ്ട സെൻസസ് 2025-ൽ പൂർണ്ണമാകുമ്പോൾ അതിന്റെ ബേസിസിൽ അത് ചെയ്യണം. അതിനകത്ത് ന്യായവും അന്യായവുമുണ്ട്. അതായത് ഇത് കഴിഞ്ഞിട്ട് ഈ ജനസംഖ്യാ നിയമം പറഞ്ഞ സൗതേൺ സ്റ്റേറ്റിലുള്ളവർ പൊതുവെ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. കേരളത്തിലായാലും ശരി, തമിഴ്നാട്ടിലായാലും ശരി, കർണാടകത്തില്, ആന്ധ്രാപ്രദേശില്, തെലങ്കാനയിൽ, ഇത്രയും സ്ഥലങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം കാര്യമായി സംഭവിച്ചു. അതേസമയം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വലിയ കാര്യമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും സദേൺ സ്റ്റേറ്റിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പോ 50 വർഷത്തിന് ശേഷം ജനസംഖ്യാനുപാതികമായിട്ട് നമ്മൾ നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളും ഈ രാജ്യസഭാ മണ്ഡലങ്ങളും പുനർനിർണയിക്കുകയാണെങ്കിൽ ഒരു വലിയ അപകടം സംഭവിക്കും. എന്താണ് ആ സംഭവം? ഉത്തർപ്രദേശിന് ഒരുപക്ഷെ 81, ഇപ്പോൾ ഉള്ള 80-ൽ നിന്ന് 91 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടാവും. ബീഹാറിൽ ഒരു 10 സീറ്റ് കൂടും. രാജസ്ഥാനിൽ 6 സീറ്റ് കൂടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനകത്ത് മധ്യപ്രദേശിന്റെ കണക്കുകൾ ഇതുവരെ ആരും പറയാറില്ല. നേരെ മറിച്ച് തമിഴ്നാടിന് ഇപ്പൊ 39 സീറ്റ് ഉണ്ടായിരുന്നു, 8-9 സീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. കേരളത്തിന് 20-ൽ നിന്ന് 8 കുറയാൻ ചാൻസ് ഉണ്ട്. കർണാടകത്തിൽ ഒരുപക്ഷെ 2 കുറയാൻ ചാൻസ് ഉണ്ട്. തെലങ്കാനയിൽ ഒരു 8 കുറയാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് സർക്കാരിന്റെ പോളിസി കേട്ട സംസ്ഥാനങ്ങൾക്ക് വീണ്ടും ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രം പുനർനിർണയിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി സർക്കാരിന്റെ പോളിസികൾ പാർലമെന്റിലാണല്ലോ തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് 543 പേരാണുള്ളത്. ഇത്
അവിടെ കൂടുകയും ഇവിടെ കുറയുകയും ചെയ്യുമ്പം സദേൺ സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ തന്നെ തമിഴ് അല്ലെങ്കിൽ ഹിന്ദി ലോക്കൽ ഭാഷ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ട്, കൾച്ചറിന്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പൊതുവെ സദേൺ സ്റ്റേറ്റിലുള്ളവർ വിശ്വസിക്കുന്നു. കട്ടിങ് സൗത്ത് ഒക്കെ വന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഈ സ്റ്റാലിൻ ഭയക്കുന്നതിലും നമ്മൾ ഭയക്കുന്നതിലും ഒക്കെ ഒരു ന്യായമുണ്ട്. അപ്പൊ എന്താ ഈ 50 വർഷത്തെ ഗ്യാപ്പ് വന്നതാണ് ഇത്രയും വലിയ പ്രശ്നം. അപ്പൊ അതിന് എന്ത് പരിഹാരമെന്നാണ് ഒരുപക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ പ്രശ്നം. അങ്ങനെ ഒരു വലിയ ഭയം നിലനിൽക്കുമ്പോൾ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് സദേൺ സ്റ്റേറ്റിലുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള സീറ്റുകളൊന്നും ലോക്സഭാ സീറ്റുകളൊന്നും നഷ്ടപ്പെടത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ അപ്രിഹെൻഷൻ, ഇത് ആരും സംസാരിക്കാത്ത ഒരു ഭൂതത്തിനെ ഞാൻ വേണം ഇപ്പൊ തുറന്നുവിടാം. ഈ ഇവിടെ കുറച്ചില്ലെങ്കിലും മൊത്തത്തിൽ കൂടുമ്പം നമ്മുടെ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും പ്രശ്നമാണ്. ഇതാരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു പോയിന്റാണ്. അതായത് നമുക്ക് കുറയ്ക്കൂല, അവർക്ക് കൂടും, നമുക്ക് കുറയും എന്നാണ് പറയുന്നതെങ്കിലും മൊത്തം കൂടുന്നു, നമ്മുടേത് കൂടുന്നില്ല, അവരുടേത് കൂടുന്നു. കൂടിയത് അവർക്കാണ് പോകുന്നതെന്ന് വെച്ചോ. ഈ അവര് പറയുന്നത് സത്യമാണ്. ഉത്തർപ്രദേശിനകത്ത് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ജനസംഖ്യ കൊണ്ടാണ് ഒരു യുദ്ധം. അറിയാലോ, ചിലർ നടത്തുന്ന ഒരു യുദ്ധം ജനസംഖ്യ വർദ്ധിപ്പിച്ച് പിടിച്ചടക്കുക എന്നുള്ളതാണ് ഒരു സങ്കല്പം. അത് പോട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വോട്ടാണ്, ഒരാൾക്കുള്ള ഒരു വോട്ടാണ്. ആ വോട്ട് ഉത്തർപ്രദേശിലുള്ളവർക്ക് കൂടി കൂടി വരികയാണ്, ജനസംഖ്യ അവിടെ കൂടുതലാണ്. അത് സത്യമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ജനസംഖ്യ അനുസരിച്ച് എല്ലാം വിഹിതം വയ്ക്കുമ്പോൾ വിഹിതം കൊടുക്കുമ്പോൾ ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തെറ്റാണ്. അങ്ങനെ ഉത്തർപ്രദേശ് ആയാലും ശരി, മധ്യപ്രദേശ് ആയാലും ശരി, ബീഹാർ ആയാലും ശരി, രാജസ്ഥാൻ ആയാലും ശരി, അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. നമുക്കുള്ളത് നഷ്ടപ്പെടാനും വയ്യ. അപ്പോ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാണ് സ്റ്റാലിനെ പ്രകോപിപ്പിച്ചത്. അപ്പൊ സ്റ്റാലിൻ 6-ാം തീയതി അവിടെയുള്ള സർവ കക്ഷി സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം ഒരു വലിയ വെടി പൊട്ടിച്ചത്. അതായത് ഇത്രയും നാളും കുട്ടികൾ വേണ്ട വേണ്ട പതുക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ അദ്ദേഹം പറയാണ് എല്ലാ പുതിയ ആളുകളും 2026 ആകുമ്പോഴത്തേക്ക് കൂടുതൽ വിള ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയുമ്പോൾ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ന്യൂലി വെഡ് എന്ന് വിചാരിച്ചതെന്ന് എനിക്ക് അറിയണ്ട. ഇതിപ്പോ 50 വയസ്സുള്ളവരടുത്തും പറയാവുന്നതാണ്, അല്ലെ? 40 വയസ്സുള്ളവരടുത്തും പറയാവുന്നതാണ്. ഇനി കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ പിടിച്ചടക്കണമെന്ന്. അതൊരു ശരിയായ നടപടിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം രാജ്യത്തിന്റെ സങ്കല്പത്തിന്, ജനസംഖ്യാ വർധനവിന്, നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല മൊത്തം രാജ്യങ്ങളും, ലോകത്തുള്ള മൊത്തം രാജ്യങ്ങളും പറയുന്നത്, അതായത് യൂറോപ്പിലും മറ്റു ചില സ്ഥലങ്ങളിലും ഒഴിച്ച് ബാക്കി എല്ലായിടവും പറയുന്ന ജനസംഖ്യ നമ്മൾ കുറയ്ക്കണമെന്ന് തന്നെയാണ്. അപ്പൊ അതൊരു ശരിയായ നടപടിയല്ല. അപ്പോഴാണ് അതിന്റെ കൂടെ ഒരു ആപ്പും കൂടെ വെച്ചു, നിങ്ങൾ നല്ല തമിഴ് പേരുകൾ ഇടണമെന്ന്. അത് നേരത്തെ വേറൊരു വിഷയങ്ങളുണ്ട്, തമിഴ് ഹിന്ദി പ്രശ്നം കൊണ്ടുണ്ട്, ത്രിഭാഷ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നതിന്റെ ഇഷ്യൂണ്ട്. അപ്പൊ അതും കൂടെ ചേർത്ത് 2 എണ്ണം ചേർത്താണ് ആ വെടി പൊട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സാഹചര്യം. ഇനി നമുക്ക് ഒരു പക്ഷേ വികാരം ഇളക്കി വിടുന്നതിലും മിടുക്കനാണല്ലോ, അല്ലെ? അപ്പൊ അതും ഇതും എല്ലാം കൂടെ കൂട്ടിക്കെട്ടുകയാണ്. കുട്ടികൾ മനോഹരങ്ങളായ തമിഴ് പേരുകളും അവർക്ക് ഇടണം എന്ന് പറയും. അതെ അത് പറഞ്ഞു. പക്ഷെ അപ്പൊ അതിനകത്തൊരു ചെറിയ പ്രശ്നം, ഈ അദ്ദേഹം പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ഇതിനകത്തൊരു അതായത് നമ്മള് ജനസംഖ്യ മാത്രം പരിഗണിച്ച് ഇത് ഡീലിമിറ്റേഷൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സദേൺ സ്റ്റേറ്റിന്റെ പ്രശ്നം വരും. പക്ഷെ സർക്കാരിന് വേണ്ടത്, ഇന്ത്യക്ക് വേണ്ടത് ജനസംഖ്യ കുറയ്ക്കാൻ പറഞ്ഞ എന്താണ്? പുരോഗതിക്ക് വേണ്ടിയാണ്. അപ്പം GDP എന്നൊരു സംഭവമുണ്ട്. GDP അതായത് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇതൊരു വലിയ പ്രധാന മാനദണ്ഡമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെർ ക്യാപിറ്റ GDP നമ്മുടെ സദേൺ സ്റ്റേറ്റുകളാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് GDPക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള നമ്മുടെ സദേൺ സ്റ്റേറ്റ് തന്നെയാണെന്നുള്ളത് സത്യമാണ്. അപ്പൊ അതിനൊരു പരിഗണന വേണ്ടേ? സർക്കാർ പറഞ്ഞത് കേട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട സദേൺ സ്റ്റേറ്റുകൾക്ക് ഒരു പരിഗണന വേണം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ ഇത് 3ഉം പരിഗണിച്ച് വേണം ഇതിനകത്തൊരു പരിഹാരം പറയണല്ലോ. ഇതിനകത്തൊരു വലിയ മേജർ പ്രശ്നം, ഇത് ഇളക്കി വിട്ടാൽ കത്തിപ്പടരാൻ സാധ്യതയുള്ള അപകടം പിടിച്ച ഒരു വലിയ പ്രശ്നമാണ്. അതായത് നമ്മുടെ ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ടു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം വരാൻ സാധ്യതകളാണ്. അപ്പൊ നമ്മളതിനെ, ഒരു മാധ്യമങ്ങൾ പോലും അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഒരു മിതത്വം പാലിക്കുകയും വളരെ ഭംഗിയായും കൃത്യമായും കാര്യമായും പറയണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം കൂടെ ഒരുപക്ഷെ നിർദ്ദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി മാത്രം കൊടുക്കാതെ
ഒരുപക്ഷെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു 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 പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇപ്പൊ നമുക്ക് 543 800 സീറ്റ് വരെ ലോക്സഭയിൽ സാധിക്കും. അതിനെ 753 വർദ്ധിപ്പിക്കുക, അതായത് 110 സീറ്റ് വർദ്ധിപ്പിക്കുക. അത് ഈ ജനസംഖ്യ വർദ്ധിച്ച 50 വർഷം കൊണ്ട് ജനസംഖ്യ വർദ്ധിച്ച സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷെ അതിനുപരിയായി നമ്മൾ കൊടുക്കുന്ന GDP-ക്കും നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും സർക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിട്ടുള്ള ജനസംഖ്യ നിയന്ത്രണം സംഭവിച്ചത് കൊണ്ട് ഉണ്ടായിട്ടുള്ള GDP ഇൻക്രീസിനും അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനും കൂടെ ഒരു ഒരു എന്താണ് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ 2-3 അടുത്ത സാധ്യതകൾ ഉള്ളത് നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് തരണം. അതായത് നമുക്ക് ഈ നമ്മുടെ സൗണ്ട് അവിടെ കേൾക്കാത്തത് കൊണ്ട്, അതായത് നമ്മുടെ ശബ്ദം പാർലമെന്റിലെ വോട്ടാണല്ലോ, ആ പാർലമെന്റിൽ ചെല്ലുമ്പോൾ വോട്ടാണ് സംഭവിക്കുക. നമ്മളെ തള്ളിക്കളയോ ഒരു നയരൂപീകരണങ്ങൾ വരുമ്പം സാമ്പത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പം സതേൺ സ്റ്റേറ്റുകളെ ഒതുക്കി കളയുമോ എന്നുള്ളൊരു ഭയം അസ്ഥാനത്തല്ല. അപ്പൊ അതിനും കൂടെ ഒരു പ്രൊവിഷൻ ഇട്ടിട്ട് വേണം ഇതിനൊരു പരിഹാരം കാണാൻ. അതായത് നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചില പ്രത്യേക സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു വീറ്റോ അധികാരം തരണം. അത് തരുമോന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെയാണ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ. അതായത് നമ്മുടെ അങ്ങനെ ഒതുക്കി കളയാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ കൂടെ കണ്ടിട്ട് വേണം. ബിക്കോസ് ഇത് 50 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഒരുപക്ഷെ നമ്മളെക്കാളും വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് ഇത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ അമിത്ഷായ്ക്കും, അതായത് അദ്ദേഹമാണല്ലോ ആഭ്യന്തരം, അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഒക്കെ ഇത് അറിയാമായിരിക്കും. ഇതൊരു ന്യായമായ ആവശ്യം തന്നെയാണ്. നമ്മുടെ ഒരു അപ്രിഹെൻഷൻ, അതായത് നമ്മുടെ ലോക്സഭയില് അല്ലെങ്കിൽ വേറൊരു പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ രാജ്യസഭയില് നമുക്ക് ഇതേ സദേൺ സ്റ്റേറ്റുകൾക്കുള്ള വോട്ട് ശതമാനം കൂട്ടാം, അല്ലെങ്കിൽ സീറ്റുകൾ കൂട്ടാം. അപ്പൊ ഈ പ്രശ്നം വരത്തില്ല. അത് വേറെ രീതിയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതിനൊരു യുക്തമായ പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ഒരു അപ്രിഹെൻഷൻ, പ്രത്യേകിച്ച് ഇപ്പുറത്ത് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആളുകളുടെ വികാരം, ഒരു ബോധവുമില്ലാതെ ആളുകളുടെ ഇടയിൽ വികാരം ഇളക്കി വിടുമ്പോൾ അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് അഡ്രസ്, രാജ്യം ഒരുമിച്ച് നിൽക്കണം, രാജ്യം അനുദിനം ശക്തി പ്രാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പിന്നെ അടുത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 15 വർഷത്തേക്ക് ഇത് ഫ്രീസ് ചെയ്യാന്നുള്ള. ഇപ്പം 50 വർഷത്തേക്ക് ഫ്രീസ് ചെയ്യില്ല. ഇന്ത്യ ഒരു കുറച്ചും കൂടെ ഒരു ബെറ്റർ എക്കണോമിക് സ്റ്റേറ്റിൽ എത്തുന്നത് വരെ ഇതിനെ വീണ്ടും ഫ്രീസ് ചെയ്യാം. ഇതിനകത്ത് എന്തായാലും ഉറപ്പായിട്ടും കേസ്, സുപ്രീം കോടതി വഴക്ക്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. അപ്പൊ ഒരു രമ്യമായ പരിഹാരം രാജ്യത്തെ ആളുകളെ, ജനങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഭരണാധികാരികൾ. ചെയ്യാതിരിക്കാനും പറ്റില്ല. കാര്യം അവർക്ക് ഉത്തർപ്രദേശിന്റെയും മധ്യപ്രദേശിന്റെയും രാജസ്ഥാന്റെയും ബീഹാറിന്റെയും പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റൂല. അവർക്ക് പ്രശ്നമാണ് ഇപ്പൊ. അപ്പൊ ഇങ്ങനെ പല പല മാർഗങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അതിനവര് ഏറ്റവും യുക്തമായ ഒരു തീരുമാനം ഇതാണ്. നമുക്കൊരു ചർച്ചയിൽ ഒരു പക്ഷേ നമുക്ക് പറയാവുന്ന ഈ വിവിധ വശങ്ങൾ എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് പണ്ട് പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.